ഹായ് ഗുഡ് ഈവനിങ്. നമ്മൾക്ക് എന്നായിരുന്നൊരു ചൈനീസ് റെസിപ്പി ഉണ്ടാക്കിയാലോ? നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾക്ക് നല്ലൊരു ബ്രെഡ് സ്നാക്ക് ഉണ്ടാക്കാം. ചൈനീസ് ബ്രെഡ് സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറിനോ ഇല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത്. വേറെ ഒന്നുമില്ല, ബ്രെഡാണിത്. ബ്രെഡിൽ നമ്മളുടെ കുറച്ച് വെജിറ്റബിൾസ് വെച്ചേക്കുന്നതാണ്. കണ്ടില്ലേ, വളരെ സോഫ്റ്റാണ്. പഞ്ഞി പോലെ ഇരിക്കും. പഞ്ഞി പോലെ ഇരിക്കുന്ന വളരെ സോഫ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഫുള്ള് കാണുക. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് 4 അത്യാവശ്യം ഈ ഒരു വലുപ്പമുള്ളൊരു ബ്രെഡാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡാണിത്. ഇത് നമ്മൾക്ക് ഇതിൻ്റെ 4 സൈഡിൽ ഈ ഒരു ഭാഗം നമുക്ക് മുറിച്ച് മാറ്റാം. നമ്മൾ ബ്രെഡിൻ്റെ 4 സൈഡും മുറിച്ച് മാറ്റി. ഇനി നമ്മൾക്ക് ഇതേപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ഇതിപ്പോൾ ചെറിയൊരു സവോളയുടെ പകുതിയാണ്. അത് നമ്മൾ ഇതിനകത്തേക്ക് ഇതേപോലെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ റെഡ് കളറിലെ ക്യാപ്സിക്കമാണ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. അത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. റെഡോ ഗ്രീനോ യെല്ലോയോ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ക്യാപ്സിക്കം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാബേജ്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് എല്ലാ വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലേശം ഉപ്പ് കൂടെ ആഡ് ചെയ്തു. നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ തികച്ചില്ല, ഒരു 1/4 ടീസ്പൂണിന് മേളിൽ അത്രയും കുറച്ച് മുളക് പൊടി കൂടെ ആഡ് ചെയ്യണം. നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1/2 ടീസ്പൂണിന് മേളിൽ ഇട്ടോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഇതേപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ തളിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളമായിട്ട് ഒഴിക്കണ്ട. കുറച്ച് വെള്ളം നമുക്ക് ഇതേപോലെ തളിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇതേപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവാക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കൊരു ബോൾ ആക്കാൻ പറ്റുന്ന ഒരു പരുവം, ആ ഒരു പരുവത്തിലേക്ക് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് കൈവച്ച് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇതേപോലെ സ്മാഷ് ആക്കി കൊടുക്കണം. നമ്മളിപ്പോൾ ഇതുപോലൊരു ബാറ്ററാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. കണ്ടോ, നമ്മുടെ കയ്യിലെങ്ങും ഒട്ടിപ്പിടിക്കുന്നില്ല. നമ്മൾ പക്ഷെ ഒരുപാട് വെള്ളമൊന്നും ഇതിൽ ചേർത്തിട്ടുമില്ല, കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്കിത് ഇതേപോലെ ആക്കിയെടുക്കാം. നമ്മളിത് ഇതേപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് എണ്ണയിൽ വറുത്തെടുക്കാം. നമ്മൾ പാൻ ചൂടാക്കാനായിട്ട് വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇതിലെടുത്ത് നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് വറുത്തെടുക്കാം. ഓയിൽ ചൂടായി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇതേപോലെ വറുത്തെടുക്കാം. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒട്ടും വെള്ളം കൂടിപ്പോരുത്. ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒരു 2 പ്രാവശ്യം ഒന്ന് നമ്മളുടെ കയ്യിലെടുത്ത് ഒന്ന് തളിക്കുകയും ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ വെള്ളം കൂടിപ്പോയെന്നാൽ
നമ്മളുടെ ബ്രെഡ് അറിയാം, ബ്രെഡ് ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ട് ബ്രെഡ് ഒരിക്കലും നമുക്ക് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരിക്കലും വെള്ളം തളിക്കുന്നത് കൂടിപ്പോവാതെ ശ്രദ്ധിക്കുക. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ചൈനീസ് സ്നാക്ക് എന്നൊക്കെ കേട്ടിട്ട് ആരും പേടിക്കുകയൊന്നും വേണ്ട. നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള എല്ലാ ഐറ്റംസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഒന്നും ഇല്ലെങ്കിൽ ക്യാപ്സിക്കം യൂസ് ചെയ്യേണ്ട, പകരം വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് വളരെ പതുക്കെ മാത്രം ഇതൊന്ന് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക. വളരെ പതുക്കെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് പൊട്ടിപ്പോവും. അതുകൊണ്ട് വളരെ പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മളുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിനി ബാക്കി വന്ന എണ്ണയിൽ ഒരു ചെറിയ സവോളയുടെ ഹാഫ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ഒന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചൈനീസ് ഡിഷുകളുടെ പ്രത്യേകത ഒന്നും അങ്ങനെ ഒരുപാട് ഫ്രൈ ആവില്ല. നമ്മൾക്ക് എല്ലാ വെജിറ്റബിൾസും ഒക്കെ നമുക്കൊന്ന്, ഇപ്പോൾ നമ്മൾ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ നമുക്കറിയാം, നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ആണെങ്കിൽ എല്ലാം നമുക്ക് ഒന്ന് ചെറുതായിട്ട് എല്ലാ വെജിറ്റബിൾസും നമുക്കൊന്ന് ഒരു ചെറിയൊരു പച്ചപ്പോടെ തന്നെ ഉണ്ടാവും, എന്നാൽ ആവശ്യത്തിന് കുക്കായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും മതി സവോള വഴന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ക്യാപ്സിക്കം ഇതേപോലെ ഈ ഒരു ലെവലിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം ആണ് ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടും ആഡ് ചെയ്തത്. ഏതെങ്കിലും ഒന്നായാലും മതി. ഇനി ക്യാപ്സിക്കം ഇല്ലാത്തവർക്ക് ഇതിന് പകരം ക്യാബേജും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾക്ക് ടൊമാറ്റോ സോസും ചില്ലി സോസും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ക്യാപ്സിക്കം അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം ചില്ലി സോസ് ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന നമ്മളുടെ സ്നാക്കിൻ്റെ മെയിൻ ഐറ്റം നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ടിഷ്യൂ പേപ്പറിൽ വെച്ചത് ബാക്കിയുള്ള എണ്ണ പോകാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ വെച്ചാൽ മതി. ഇതിനി ഉടയാതെ ഇതേപോലെ മസാല എല്ലാം അതിൽ ആ ഒരു ഗ്രേവി അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പുറമേ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഉടയരുത്. നമ്മൾ ഇതേപോലെ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മൾക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറാൻ മാത്രം. അല്ലാതെ നമ്മൾ ഓൾറെഡി അതെല്ലാം കുക്ക്ഡാണ്, എല്ലാ ഐറ്റംസ് കുക്ക്ഡാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചൊന്ന് വരാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിലേക്ക് വെക്കാം. അപ്പോൾ നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
നമ്മളുടെ ചൈനീസ് ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചില്ലി ചിക്കൻ്റെയൊക്കെ ഒരു കട്ടുണ്ടല്ലേ. അപ്പോൾ എങ്ങനെയാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റാണ്, കണ്ടില്ലേ? നമ്മുടെ ബ്രെഡ് വളരെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു റെസിപ്പിയുമായി മറ്റൊരു ദിവസം. ടിൽ ദെൻ ബൈ ബൈ.